ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പടം ഉണ്ടല്ലോ, അതിനൊക്കെ കുറച്ച് കളിയൊക്കെ പറഞ്ഞ ആവശ്യം, പക്ഷെ പറ്റത്തില്ല. അമ്മാരി പടം. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് എ മൂവി റിവ്യൂ ചാനൽ. നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഒരു റിവ്യൂ ചാനൽ തുടങ്ങുന്ന നമ്മൾ മറ്റേ അട്ടഹസിസ്റ്റോട് സംസാരിക്കാൻ വേണ്ടി ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന പടം കണ്ട പടം ഇതാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ആ പടത്തിലുള്ള ഏതെങ്കിലും ഒരു കോലം കിട്ടി നല്ല ക്രിഞ്ചായി നിൽക്കുക, നല്ല കുറ്റം പറയുക, പിന്നെ അതിനെക്കുറിച്ച് പുകഴ്ത്തി പറയുക, പൈസ ഇതിനെ പുകഴ്ത്തി പറയുക, ചെറിയ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ തന്നെ നല്ല അങ്ങനെ കാണാൻ കൊള്ളത്തില്ല. അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും നമ്മൾ ബയാസ്ഡ് ഫാനാണെങ്കിൽ പറയാം ഇതുപോലൊരു പടം കാണാൻ പാടില്ല. അല്ലെങ്കിൽ കഥ പറഞ്ഞ് അതിൻ്റെ എല്ലാ കഥയും പറയണം, എന്നിട്ട് അങ്ങനെ നശിപ്പിക്കണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പടം ഉണ്ടല്ലോ, അതിനൊക്കെ കുറച്ച് കളിയൊക്കെ പറഞ്ഞ ആവശ്യം, പക്ഷെ പറ്റത്തില്ല. അമ്മാരി പടം തുടരും. നമ്മൾ പടത്തിൻ്റെ റിവ്യൂ പറയുന്ന സമയത്ത് ഇതുപോലെ വേഷം കെട്ടിയിട്ട് നമ്മൾ പറയാം നമ്മളെ ലാലേട്ടൻ്റെ തിരിച്ചു വരവാണ് ഈ പടത്തിൽ. എല്ലാ ഫാൻ ബോയ്സിൻ്റെ രോമാഞ്ചമാണ്. ഇങ്ങനെ പടം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ തിയേറ്റർ നമുക്ക് ഇരിക്കുന്നുണ്ടല്ലോ, മനസ്സിലാവും പഴയ ലാലേട്ടൻ്റെ ഓരോ ക്രയങ്ങളൊക്കെ കാണിക്കുന്നത്. അതൊക്കെ ആ പടത്തിലുള്ളത്. പക്ഷേ ഒരു നല്ല പടത്തിന് റിവ്യൂ പറയാൻ വേണ്ടി ഇതുപോലെ കോലം കെട്ടു ഇങ്ങനെ ഓവർ ആക്കേണ്ട ആവശ്യമില്ല. വളരെ ക്ലിയർ ആയിട്ട്, വളരെ നൈസായിട്ട് പടം എന്താണ്, എവിടെയാണ്, പടം കണ്ടാൽ കിട്ടുമെന്നില്ല കാര്യം ആത്മാർത്ഥമായി പറയണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമ്മൾ ഇതുപോലെ കോപ്രായം കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വായിച്ച് കളഞ്ഞ് മര്യാദയ്ക്കൊരു കോലത്തിൽ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നതോളം നമ്മളെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും. ഞാൻ ഈ ഇടയിൽ കണ്ടു വെച്ചിട്ട് ഒരു കിടിലം പടം അങ്ങനെ പറയാം. ഞാൻ പറയാം എമ്പൂരാണെന്നും ഇതിൻ്റെ കാലത്ത് വരില്ല. അതൊരു ക്രിയേഷനായിരുന്നു. ഈ ട്രൈ ടു ഇമിറ്റേറ്റ് ഒരു ഇംഗ്ലീഷ് പടം. പക്ഷേ തുടരും ഒരു സിനിമാറ്റിക്, ഒരു മാജിക്, അത്ര പറയാൻ പറ്റും. എല്ലാവരും ആ പടത്തിൽ കിടിലമായി ചെയ്തിട്ടുണ്ട്. ആ പടത്തിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് ശോഭനയായാലും മോഹൻലാലായാലും. ഈ പടത്തിൽ നമ്മളെ CI ജോർജ് അഭിനയിച്ച പ്രകാശ് വർമ്മ. ഈ പ്രകാശ് വർമ്മയെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയി പറയാം. പക്ഷേ ഈ ഓരോ ക്യാരക്ടേഴ്സ് ആ പടത്തിലെ എല്ലാവരും കിടിലം ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ KR സുനിലാണ് ഈ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അവിടുത്തെ കാണാൻ കേട്ടോ. ഈവൻ തരുൺമൂർത്തിൻ്റെ ഡയറക്ഷൻ ആയാലും ആ ഒരു സ്ക്രീൻ പ്ലേയും ആ ഡയറക്ഷനും എല്ലാം കിടിലമാണ്. ആ പടമായിട്ട് പുറത്തു വരാനാണ് ഇവരൊക്കെയാണ് മെയിൻ കാരണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കാസ്റ്റിങ്, മണിയമ്പിള്ള രാജു ആയിക്കോട്ടെ, നമ്മളെ CI ജോർജ് മൂപ്പരായിക്കോട്ടെ, പ്രകാശ് വർമ്മ ആയിക്കോട്ടെ, ഇവരൊക്കെ പ്രകാശ് വർമ്മ എനിക്കൊന്നും ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. മൂപ്പര ഈ സൂസു എന്ന് പറഞ്ഞാൽ പഴയ വോഡഫോണിൻ്റെ ആഡൊക്കെ ചെയ്തില്ല, മൂപ്പരെ കാണാൻ പഴയ ഡയറക്ടറൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ആ പുതിയൊരു അഭിനയമാണെങ്കിൽ മൂപ്പര ഒരു എക്സ്ട്രാ ഒരു അഭിനയമായിരുന്നു. ഒരു എക്സ്ട്രാ മൂപ്പരെ കൈ നിട്ടുള്ള കുറച്ച് അഭിനയം. എന്താ പറയുക, നമ്മളൊരു രഞ്ജി പണിക്കറിൻ്റെ ഒരു ടെറർ രഞ്ജി പണിക്കർ, ആ ഒരു ക്ലാസ് ആയിരുന്നു മൂപ്പർ. എടുത്തു പറയേണ്ട ഒരു അഭിനയം കാണിച്ചത് ബിനു പപ്പു. നമ്മൾ ഇത്രയും കാലം അല്ല പപ്പു സാറിൻ്റെ പപ്പു ചേട്ടൻ്റെ മോൻ എന്നൊക്കെ പറയുന്നില്ല, മൂപ്പര ആ ഒരു സോളിഡായ അഭിനയം ആ പടത്തിലുണ്ട്. അപ്പോൾ മൂപ്പര ക്യാരക്ടർ, മൂപ്പര പേര് വെച്ചിട്ട് തന്നെ പറയണം, ബിനു പപ്പു ഈസ് ബ്രില്യൻ്റ് ആക്ടർ. ആ പടത്തിൻ്റെ ലൊക്കേഷനാണ് ആ പടത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ. കമ്പം, തേനി, ആ ഏരിയ ഒക്കെയാണ്. അപ്പോൾ തന്നെ നമുക്ക് അറിയാം ആ പടത്തിൻ്റെ ആ ഒരു ആംബിയൻസും. ഈവൺ ആ പടം സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെന്റിൽ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് സംതിങ് എൽസ്. ഈവൺ ഞാൻ പടം കാണുമ്പോൾ സ്പോട്ട് തോന്നി ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ് എനിക്ക് മനസ്സിലായി ഈ പടം മൈൻഡ് ബ്ലോയിങ്. പടത്തിലുള്ള പട്ടികളടക്കം അത്രയും കിടുവായിരുന്നു അഭിനയം. അതായത് പടം പോകുന്ന ഒരു വേവ് ഉണ്ടല്ലോ, ഇവൻ പടം ഇങ്ങനെ തുടങ്ങുന്ന തന്നെ ഇങ്ങനെ തുടങ്ങി ഇന്ന് ഇരുന്ന് കുറിച്ച് ആലോചിക്കും ഇതെങ്ങനെ പടം പോകുന്നതെന്നില്ലേ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഫസ്റ്റ് ഹാഫ് തീർന്നു വരെ. പിന്നെ ആ പടം ഒരു സുനാമി കളിക്കാണ് പടം അടിക്കുന്നത്. മോഹൻലാലായാലും ആ ഒരു പഴയ മോഹൻലാൽ കൊണ്ടുവരണം ഞാൻ പറയില്ല, പക്ഷേ ഈ ഫോഗട്ട് ഹൂ ഹി വാസ്, ആ ഒരു കേസായിരുന്നു. മൂപ്പര് ഈ തിരിച്ചറിഞ്ഞു. ഇവൻ ആ ഡയറക്ടർ ആയിരുന്നു. ഒരു ഫാൻ ബോയ് പടമാണ്. അപ്പോൾ ഈ ഫാൻ ബോയ്ക്ക് അറിയായിരുന്നു മോഹൻലാൽ എന്ത് പറ്റും. അത് പഴയ മോഹൻലാൽ ഒരുപാട് കൊണ്ടുവരാണ്ട്, പക്ഷേ പുതിയ മോഹൻലാലിന് പറ്റുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് പടം ചെയ്തിട്ടുള്ളത്. ബ്രില്യൻ. മോഹൻലാലും വളരെ നൈസ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മോഹൻലാൽ പടം ഞാൻ പറയില്ല, എല്ലാവരും കൂടിയാണ് ആ പടത്തിലുള്ളത്. ഈവൺ ആ ഡയറക്ഷനും അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈനാണ് ആ പടത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ്. ലാലേട്ടൻ തിരിച്ചു വന്നു എന്നൊക്കെ പറയാം, അതുകൊണ്ട് പറയാം. തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. നമുക്ക് ശോഭനക്കൊക്കെ ഒരു ലൈറ്റ് അങ്ങനെ അത് ഒരുപാടൊന്നും ഒരു
എക്സ്പോഷർ ഇല്ല പടത്തിൽ. എന്നാലും എല്ലാവർക്കും ഈക്വലായിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയ റോളൊക്കെ എല്ലാ പോർഷനിലും ഉണ്ട്. പടം കണ്ടിട്ട് എനിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ആലോചിക്കും, നമ്മൾ നോർമലി ഫാൻ പോയി, ഞാനും മോഹൻലാൽ ഫാനാണ്. അതായത് മോഹൻലാൽ തിരിച്ചു വന്നു അങ്ങനെയല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് മോഹൻലാൽ, ഇതായിരുന്നു മോഹൻലാൽ, ഇത് മൂപ്പര് മറന്നുപോയി. ഇപ്പോൾ ആ കേസിന് മൂപ്പർ തിരിച്ചു വന്ന് ആ ഒരു പഴയ മോഹൻലാൽ ആക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇപ്പോൾ ഉള്ള ആ ഒരു ഏജിനും ഇപ്പോൾ ഉള്ള മോഹൻലാലിൻ്റെ ആക്ടിങ് സ്റ്റൈലും വെച്ച് ആ ഒരു പുതിയ മോഹൻലാൽ വിത്ത് പഴയ ആ ഒരു റിസംബ്ലൻസ്, അങ്ങനെ ഒരു സാധനം കിടിലെന്ന് പറഞ്ഞാൽ ഫൈറ്റ് സീക്വൻസ്. നമ്മൾ ആ ഒരു ഒപ്പവും ആ ഒരു പഴയ നരസിംഹവും ആ ഒരു പഴയ മോഹൻലാലല്ലേ എനർജറ്റിക്, ആ ഒരു സെൻറ്റിന്ന് മറ്റേ സീനിലേക്ക് മാസിലേക്ക് പോകുന്ന ആ മോഹൻലാൽ, അത് നമുക്ക് കാണാൻ പറ്റും ആ പടത്തിൽ. ഈവൻ അത് കുറേ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പടം തീർച്ചയായും പോയി കാണാം. ഫൈറ്റൊക്കെ കിടിലമാണ്, കിടിലം ഫൈറ്റ്. എല്ലാവരും എവരിവൺസ് കപ്പ് ഓഫ് ടീ, അത്രയും പറയാൻ പറ്റും. ഇപ്പം നമുക്ക് ചിലർ പിടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പടം നൈസായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈവൺ ആ ഒരു ഫൈറ്റും ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏത് ഫാമിലി ടൈപ്പ് ആൾക്കാർക്ക് പോയി കാണാൻ പടം. അത്ര ഒരു നൈസായ പടം. തീർച്ചയായും ഈ പടം ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. ഒരു സിനിമാറ്റിക് മാജിക്, എല്ലാവരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്തൊരു ബ്രില്യൻ മൂവി, അത്രയും പറയാൻ പറ്റും. താങ്ക് യു തരുൺമൂർത്തി. ഇറ്റ്സ് എ ബ്രില്യൻ മൂവി. സോ ഇൻ ഫ്യൂച്ചർ നമ്മൾ ഇതുപോലെ കുറേ പടം നമുക്ക് ഉണ്ടാവട്ടെ, എല്ലാ നടന്മാരെയും വെച്ചിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അപ്പോൾ തുടരും.